ലോകത്ത് ആദ്യമായിട്ട് നഖം കടിച്ചിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ വാഷ്റൂമിൽ ചെരുപ്പില്ലാതെ കയറിയിട്ടുള്ള ഒരാളോ ഒന്നും അല്ല ഞാൻ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. എന്നെ കാണുമ്പം ഇറിറ്റേഷൻ വരുന്ന ഒരാൾക്കാരുണ്ട്. ആ ഇറിറ്റേഷൻ ആയാലും കാണാൻ ആൾക്കാരത് കയറി കാണുന്നില്ലേ? എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? നെഗറ്റീവ് ഷെയ്ഡിൽ ഇങ്ങനെ ആണല്ലേ എന്ന് ചിത്രീകരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലാതെ നിങ്ങൾ അല്ലാതെ എന്ത് ചോദ്യം ചോദിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഒന്നൊരാടെ കുളിക്കത്തുള്ളൂ. വെള്ളം കണ്ടിട്ട് കാലം കുറേ കാണുവേ. എനിക്ക് വയ്യ ഡെയിലി കുളിക്കാൻ. ജാസ്മിന്റെ വൃത്തിയെ കുറിച്ചുള്ള വർത്താനം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചെയ്ത തെറ്റേത് എനിക്ക് എന്റെ തെറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇവരൊക്കെ കാണുന്ന മേക്കപ്പും മറ്റു കാര്യങ്ങളുള്ള ഒരു വൃത്തിയില്ല. നീ ഒന്നും ചെയ്തില്ലേ എന്ന് പറയുന്നത് ചായയുടെ കേസിൽ ചായയിൽ തുമ്മിയിട്ട് ആ തുമ്മിയ സമയത്ത് പറയുന്ന ഡയലോഗാണ് ഒരുപക്ഷെ എന്നെ വേദനിപ്പിച്ചത്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. കുഴപ്പമില്ല, ടേസ്റ്റ് കൂടും. ആരും കണ്ടില്ല എന്നും പറയുന്നുണ്ട്. ഇതൊരിക്കലും ഞാൻ എന്നെ ന്യായീകരിക്കുന്ന ഒരു സാധനമല്ല. ഞാൻ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ല. പിന്നെ ഞാൻ ശരിക്കും തുമ്മുന്നത് ചായക്ക് അകത്തോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിന്നപ്പം തുമ്മിപ്പോയതാ. നട്ടപ്പാതിര പട്ടാപ്പകലാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള നിന്റെ ശേഷിയുണ്ടല്ലോ. സത്യത്തിൽ അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. കടിക്കുന്ന, അതായത് കാലിന്റെ നഖം കടിക്കാൻ ശ്രമിക്കുന്ന ഒരാള്, വാഷ്റൂമിൽ ചെരുപ്പിടാതെ പോകുന്ന ഒരാള്, ഇങ്ങനെയൊക്കെ വൃത്തിയെ സംബന്ധിച്ചുള്ള ആ വീട്ടിൽ ഹൈജീന്റെ ഒരു കുറവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പറയുന്ന പല കണ്ടസ്റ്റൻസും ഈ ചപ്പാത്തി തുമ്മിയ കേസുണ്ട്, അല്ലാതെ എന്തുവാ മൂക്ക് തുടച്ച് സാധനം കൊണ്ട് പാത്രം തുടയ്ക്കുന്നുണ്ട്. അവരെ തുപ്പലൊക്കെ തെറിച്ച ചപ്പാത്തിയാണെന്ന് എല്ലാരും തിന്നുണ്ട്. ഒരു വൃത്തില്ലടാ. നേരം മൂക്കിൽ കേട തുപ്പ. അല്ലെങ്കിൽ മൂക്കിൽ കൈയിടുന്നതൊക്കെ ഒരു ശീലമായിട്ട് വന്നതാണോ അതെന്താണ്? അത് ഇപ്പൊ എന്റെ ശീലമാണെന്ന് പറഞ്ഞ ഒരു പ്രശ്നമില്ല. എനിക്ക് നല്ല അലർജി ഉള്ള ഒരാളാണ്. വെള്ളം അലർജി എന്ന് പറയുമ്പോൾ പലരും കളിയാക്കും, ഈ വെള്ളം അലർജിയോ കുടിക്കാൻ പറ്റത്തില്ലേ. ശരിക്കും എനിക്ക് വെള്ളം അലർജിയാണ്. മാസത്തിൽ 2 തവണ കുളിച്ചാലേ എനിക്ക് ജലദോഷം വന്നിടും. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് എന്താന്ന് പറയുമ്പോ നമുക്കിപ്പം അവരുടെ കുറ്റം നമുക്ക് പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ഇവരുടെ കുറ്റം പറഞ്ഞാൽ നമുക്ക് ഇത്ര വ്യൂസ് കിട്ടും, ലൈക്ക് കിട്ടും എന്ന് ഉറപ്പായ നമ്മൾ അവരെങ്ങനെ പോർട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. ആരാണെങ്കിലും തിരിച്ചു. എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ആൾക്കാരുമായിട്ട് അടുക്കുന്ന ഒരു സ്വഭാവമാണ്. പെട്ടെന്ന് സെപ്പറേറ്റ് നിന്ന് സംസാരിച്ചാലും ഇല്ല, ഞാൻ ഇവന്റെ കാര്യത്തിൽ ഇടപെടേ ചെയ്യാതിരുന്നാല് അപ്പൊ പറയും കണ്ടോ അവര് നാടകം കളിച്ചു തുടങ്ങി. അന്ന് അവൻ പോയതിനു ശേഷം ഞാൻ മനസ്സോറിനൊരു മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനിതിപ്പോ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അതൊരു വെള്ള പൂശുന്നതായിട്ടും അല്ലെങ്കിൽ എന്തോ ഈ കൊച്ചി പറയുന്നതെന്നുള്ളതേ ആൾക്കാർ ചിന്തിക്കുള്ളൂ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ്. വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയണം. എല്ലാരും അടിച്ചു കയറി വാ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും തിരിച്ചു പോവാം.